പ്രിയ രക്ഷിതാക്കളെ, നമ്മുടെ മക്കൾ 3.5 വയസ്സിനും 5 വയസ്സിനും ഇടയിലുള്ള കുഞ്ഞുമക്കളാണ്. അവരുടെ വ്യത്യസ്ത തലങ്ങളിലുള്ള വികാസത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. 5 തലങ്ങളിലുള്ള വികാസമാണ് ഒരു പ്രീ സ്കൂൾ ഏജ്, 3.5 വയസ്സ് മുതൽ 5-6 വയസ്സ് വരെ നീണ്ടു നിൽക്കുന്ന കാലഘട്ടത്തിൽ ഒരു കുഞ്ഞിന് ലഭിക്കേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഒരു വികാസമാണ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്, അതായത് ശാരീരികമായ വികാസം. വിദ്യാഭ്യാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കുട്ടി എഴുതാനും വായിക്കാനും പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, അതിനപ്പുറം മറ്റു തലങ്ങളിലുള്ള വികാസവും ആ കുഞ്ഞിന് നേടിയെടുക്കാൻ കഴിയണം. അതിലെ ശാരീരിക വികാസത്തിൽ ഒരു കുട്ടിക്കുണ്ടായിരിക്കേണ്ട കഴിവുകൾ എന്താണ് എന്നതാണ് നമ്മളിവിടെ ഇന്ന് ചർച്ച ചെയ്യുന്നത്. കുട്ടികൾക്ക്, അതായത് 3.5 വയസ്സ് മുതൽ അല്ലെങ്കിൽ 4 വയസ്സ് മുതൽ 5 വയസ്സിൻ്റെ കാലയളവിലുള്ള കുട്ടിയുടെ ഉയരവും അതുപോലെ തന്നെ തൂക്കവും ഒക്കെ നമ്മൾ പരിഗണിക്കാറുണ്ട്. ഡോക്ടറുടെ അടുത്തേക്ക് പോകുമ്പോൾ പലപ്പോഴും അവർ പറയാറുണ്ട് തൂക്കം കുറവാണ് എന്ന്, അല്ലെങ്കിൽ പ്രായത്തിനനുസരിച്ച് തൂക്കമില്ല എന്നുള്ളത്. അപ്പോൾ ഉയരം കുട്ടിയുടെ ഒരു 95 സെൻറ്റിമീറ്റർ മുതൽ 115 സെൻറ്റിമീറ്റർ വരെയാണ് 4നും 5നും ഇടയ്ക്ക് വയസ്സുള്ള ഒരു, അല്ലെങ്കിൽ 3.5 വയസ്സ് മുതൽ കുട്ടിക്ക് തുടങ്ങേണ്ട ഒരു ഉയരം എന്ന് പറയുന്നത്. ആ കുട്ടിയുടെ തൂക്കം എന്ന് പറയുന്നത് ഏകദേശം 12 കിലോ മുതൽ 23 കിലോ വരെ ഉണ്ടാകുന്ന ഒരു തൂക്കമാണ് ആ കുട്ടിക്ക്. അത് ആൺകുട്ടിയാണെങ്കിൽ 13 കിലോ മുതൽ 23 കിലോ വരെ തൂക്കമാണ് ഒരു കുഞ്ഞിനുണ്ടായിരിക്കേണ്ടത്. ഇത് കുറയുമ്പോഴാണ് പലപ്പോഴും ഡോക്ടേഴ്സ് അവരുടെ ശാരീരികമായ വികാസത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. തൂക്കം കുറവാണ് എന്ന് പറയുന്നത്. അത് നമ്മൾ അവർക്ക് പോഷകാഹാരമുള്ള നല്ല ഭക്ഷണങ്ങൾ കൊടുത്ത് അവരുടെ തൂക്കം ഉയർത്താൻ, ചെറിയ വേരിയേഷൻസ്, ചെറിയ വ്യത്യാസങ്ങളൊക്കെ സ്വാഭാവികമാണ്. വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. എന്തെങ്കിലും തരത്തിലുള്ള അസുഖം കുട്ടികൾക്ക് ഉണ്ടാവുന്നതിൻ്റെ ലക്ഷണമാണ് തൂക്കം കുറയുക എന്നുള്ളത്. അത് ശാരീരിക വികാസത്തിൻ്റെ മറ്റൊരു ഭാഗമാണ്. മറ്റൊരു ഭാഗം ഈ പ്രീ സ്കൂൾ ഏജിൽ, അതായത് പ്രത്യേകിച്ച് KG പഠിക്കുന്ന, അതായത് 4 വയസ്സിനും 5 വയസ്സിനും, 3.5 വയസ്സ് മുതൽ കുട്ടിയെ ചേർക്കുമെങ്കിൽ 3.5 വയസ്സിനും അല്ലെങ്കിൽ 5 വയസ്സിനും ഇടയിലുള്ള ഒരു കുട്ടി സ്വതന്ത്രമായി കളിക്കാനുള്ള കഴിവുകൾ കുട്ടിക്കുണ്ടായിരിക്കും. അതുപോലെ തന്നെ സ്വന്തം കാലുപയോഗിച്ച് നിന്ന സ്ഥലത്ത് നിന്ന് ഉയർന്ന് ചാടാനുള്ള കഴിവ് കുട്ടിക്കുണ്ടായിരിക്കും. ഒറ്റക്കാലിൽ നിൽക്കാനുള്ള കഴിവ് കുട്ടിക്കുണ്ടായിരിക്കും. നിശ്ചിത ദൂരം ഓടാനുള്ള കഴിവ് കുട്ടിക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഏണിയിൽ, നമ്മളൊക്കെ സാധാരണ ഏണിയിൽ കയറുമ്പോൾ കുട്ടിയോട് കയറരുത് എന്നാണ് പറയുക. പക്ഷേ ഒരു പ്രീ സ്കൂൾ ഏജിലുള്ള കുട്ടി ഏണിയിൽ കയറാനുള്ള കഴിവ് കുട്ടിക്കുണ്ടായിരിക്കണം. പടികൾ കയറാനും ഇറങ്ങാനുമുള്ള കഴിവ് കുട്ടിക്കുണ്ടായിരിക്കണം. പന്ത് എറിയാനും അതുപോലെ തന്നെ പന്ത് പിടിക്കാനുമുള്ള കഴിവ് കുട്ടിക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ സൈക്ലിംഗ് നടത്താനുള്ള കഴിവുണ്ടായിരിക്കണം. അത് സ്വന്തമായി കുട്ടി ചെയ്യേണ്ടതാണ്. കുട്ടിയുടെ സെൽഫ് സഫിഷ്യൻസിയാണ്. അത് ഉണ്ടാക്കാൻ കുട്ടിക്ക് നമ്മൾ എന്ത് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. രക്ഷിതാവിനും അതുപോലെ തന്നെ ഒരു പ്രീ സ്കൂൾ അധ്യാപികയ്ക്കും വളരെ കൃത്യമായ പങ്ക് ഈ കാര്യത്തിലുണ്ട്. ആ കുട്ടിയുടെ സ്വന്തമായ കഴിവുകൾ വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ട ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങൾ, കളികൾ, സ്വതന്ത്രമായ കളികളൊക്കെ കുട്ടികൾക്ക് കൊടുക്കണം. ഈ കാലഘട്ടത്തിൽ കുട്ടികൾ ഓൺലൈൻ ക്ലാസ്സിൻ്റെ കാലഘട്ടമാണ്. വീട്ടിലിരുന്ന് മൊബൈൽ നോക്കിയിരിക്കുന്നത് മാത്രമായി മാറുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പുറത്തിറക്കി കുട്ടി ഓടാനും ചാടാനും കളിക്കാനും ഉള്ള കഴിവുകൾ കുട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഈ കഴിവിന് ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച എല്ലാ കഴിവും കുട്ടിയുടെ സ്ഥൂലപേശി വികാസമാണ്. ശാരീരിക വികാസത്തെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ഒന്നാമത്തെ കാര്യമാണ് പറഞ്ഞത്, അത് കുട്ടിയുടെ സ്ഥൂലപേശി വികാസമാണ്. അതായത് ഗ്രോസ് മോട്ടോർ ഡെവലപ്മെൻറ്റ് എന്നാണ് അതിനെ വിളിക്കുക. ഗ്രോസ് മോട്ടോർ ഡെവലപ്മെൻറ്റ് കുട്ടിക്ക് സംഭവിക്കേണ്ടതുണ്ട്, കുട്ടിക്ക് ഉണ്ടാവേണ്ടതുണ്ട്, വളർന്നു വരേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള കളികളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് നമ്മുടെ കുട്ടിയുടെ ശാരീരിക വികാസം ഉണ്ടാക്കിയെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.